الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. ولا تطع الكافرين والمنافقين ودع أذاهم وتوكل على الله وكفى بالله وكيلا. وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ഇന്ന് മദ്രസകൾ എന്തിനാണ്? ഇന്ന് ദർസുകൾ എന്തിനാണ്? അറബി കോളേജുകൾ എന്തിനാണ്? പള്ളി ദർസുകൾ എന്തിനാണ്? ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കൾ മദ്രസകളിൽ പഠിക്കാൻ പോകുന്നതിന്റെ ലക്ഷ്യമെന്താ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 5000 വർഷങ്ങൾക്ക് മുമ്പ് കഅബയുടെ പൂമുഖത്ത് വെച്ച് ചെയ്ത ദുആയും 21ാം നൂറ്റാണ്ടിലെ മദ്രസയുമായി ബന്ധമുണ്ട് എന്നതിന്റെ തെളിവാ. അല്ലാഹുവേ, പടച്ചവനെ, നിന്റെ ഗ്രന്ഥം ഓതിക്കൊടുക്കുവാനും അത് പഠിപ്പിച്ചു കൊടുക്കുവാനും അതിന്റെ ഉള്ളടക്കങ്ങൾ മനസ്സിലാക്കുവാനും അതിന്റെ നിജസ്ഥിതി അറിയിച്ചു കൊടുക്കുവാനും കഴിവുള്ള ഒരു ഗുരുനാഥനെ, ഒരു അധ്യാപകനെ ഈ മണ്ണിലേക്ക് നിയോഗിക്കണമേ അല്ലാഹ്. സംസ്കാര ശൂന്യരായ ജനതയായിരുന്നു. സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കൾ അത് പെണ്ണായി പോയതിന്റെ പേരിൽ പരസ്യമായി ലജ്ജ കൊണ്ട് കുഴിച്ചു മൂടിയിരുന്ന കാടൻ നിയമത്തെ പരിശുദ്ധ ഖുർആനിന്റെ വചസ്സുകളിലൂടെ എന്നേക്കുമായി കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ മുഹമ്മദ് മുസ്തഫ. മക്കയുടെ മടിത്തട്ടിലൂടെ ഒരു ഗർഭിണി പെണ്ണ് നടന്നു പോയാൽ അവളുടെ ഉദരത്തിലേക്ക് നോക്കിക്കൊണ്ട് കാട്ടറബികൾ പരസ്പരം കൊഞ്ഞൊളിച്ചുകൊണ്ട് അവരോട് പറയും, ഒരു മാത്സര്യ ബുദ്ധിയോടുകൂടി ചർച്ച ചെയ്യും, ആ പെണ്ണിന്റെ ഉദരത്തിലുള്ളത് ആൺകുട്ടിയാണോ അതോ പെൺകുട്ടിയാണോ? പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് കളി തമാശകളിലൂടെ ഒരു കൂട്ടര് പറയും ആ പെണ്ണിന്റെ ഉള്ളിലുള്ളത് ആണാണ്, മറ്റൊരു കൂട്ടര് പറയും അത് പെണ്ണാണ്. എന്നാൽ നമുക്കതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് ഒരു കത്തിയെടുത്തു കൊണ്ടുപോയി ജീവനോടെ നടന്നു വരുന്ന പെൺകുട്ടിയുടെ വയറ് കീറിയിട്ട് ആണോ പെണ്ണോ എന്ന് മനസ്സിലാക്കിയിരുന്ന കാടൻ നിയമത്തെ എന്നേക്കുമായി പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചു മുത്തു മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ വരുന്നതിന് മുമ്പ് ഭാര്യയുടെ സ്ഥാനം എന്തായിരുന്നു? ഉമ്മാന്റെ സ്ഥാനം എന്തായിരുന്നു? ഉപ്പാന്റെ സ്ഥാനം എന്തായിരുന്നു? ആങ്ങളെയും പെങ്ങളും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടമായിരുന്നു. ലൈംഗിക ആവശ്യത്തിന് വേണ്ടി, ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടി സ്വന്തം ഉമ്മയെ പോലും സ്വന്തം പെങ്ങളെ പോലും ഉപയോഗിച്ചിരുന്ന കാടൻ നിയമത്തെ പരിശുദ്ധ ഖുർആനിന്റെ വചസ്സുകളിലൂടെ നിർമാർജനം ചെയ്ത മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഖുർആനിന്റെ അധ്യായം ലോകത്ത് പഠിപ്പിച്ചതിലൂടെയാണ് അത് സാക്ഷാത്കരിക്കപ്പെട്ടതെങ്കിൽ അതിനെല്ലാം ഒരു ഉദാഹരണം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവെങ്കിൽ ആ ഖുർആനിലൂടെ അല്ലാഹു ലോകത്ത് അറിയിച്ചത് എന്താണ്? വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. സംസ്കാരമില്ലാത്ത സമുദായത്തിന് സംസ്കാരം പഠിപ്പിച്ചു
കൊടുക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. സംസ്കാര ശൂന്യരായ അറബികളെ സംസ്കാരത്തിന്റെ മടിത്തട്ടിലേക്ക് നയിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. വിദ്യയില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ, വിവരമില്ലാതെ കഴിഞ്ഞുകൂടിയിരുന്ന കാട്ടറബികളെ വിജ്ഞാനത്തിന്റെ നഗരിയിലേക്ക് ക്ഷണിച്ച പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ വാക്കുകളെ ലോകത്ത് പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു അധ്യാപകനെ ഈ മക്കയുടെ മണ്ണിൽ നീ തെരഞ്ഞെടുക്ക് പടച്ചവനെ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തെങ്കിൽ ആ ദുആയുടെ ബർക്കത്താണ് അന ദഅവതു അബീ ഇബ്രാഹിം. ഞാൻ ഇബ്രാഹിമിന്റെ ദുആയുടെ ഫലമാ, ഇബ്രാഹിമിന്റെ ദുആയുടെ ബർക്കത്താണെന്ന് മഹാനായ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇന്നും നമുക്ക് ആ ഇബ്രാഹിം നബിയോട് ബന്ധമുണ്ട്. ഇന്നും നാം നമസ്കരിക്കുമ്പോൾ അത്തഹിയാത്തിൽ ആ ഇബ്രാഹിം നബിയെ സ്മരിക്കാറില്ലയോ? ആ സ്വലാത്തിന്റെ പേര് തന്നെ സ്വലാത്തെ ഇബ്രാഹിമി എന്ന. എത്രത്തോളം മഹത്വം എന്ന് വെച്ചാൽ അള്ളാന്റെ റസൂലിന്റെ ഹദ്റത്തിൽ ഒരു സഹാബി വന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, ഈ പുണ്യമായ സദസ്സിൽ നിന്ന് ഞാൻ ഈ മദീന പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോ എന്റെ ഭാര്യ സന്താനങ്ങളുമായി ഞാൻ ബന്ധപ്പെടുമ്പോ ഹബീബേ ഹബീബേ അവിടുത്തെ തിരുമുഖം ഞാൻ മറന്നു പോകുന്നു നബിയേ. അങ്ങയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, അങ്ങേക്ക് വേണ്ടതുപോലെ ആദരവ് നൽകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നബിയെ അങ്ങയെ കുറിച്ച് സദാ ഓർക്കുവാൻ ഒരു ഉപാധി എനിക്കറിയിച്ചു തന്നാലുമെന്ന് ഒരറബി നബി തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത പൊടിക്കൈയാണ്, നീ ചൊല്ലിക്കോ ഈ സ്വലാത്ത് ഇബ്രാഹിം. എന്നെ ഓർക്കാനും എന്നെ ഇഷ്ടപ്പെടാനും എന്റെ സ്നേഹം നിനക്ക് കൂടുതൽ കിട്ടാനും നിനക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് ഈ ഇബ്രാഹിം ഈ സ്വലാത്ത് നീ ചൊല്ലിക്കോ. كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد وأنزله المقعد المقرب عندك يوم القيامة. എന്നുകൂടി ഒരാൾ പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് അവർക്ക് ലഭിക്കുമത്രേ. അല്ലാഹു നമുക്ക് നസീബാക്കട്ടെ. ആമീൻ. സലാത്ത് ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. എപ്പോഴും ഓർക്കാൻ, നബിതങ്ങളെ കുറിച്ച് ഓർക്കാൻ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത ഒരു പൊടിക്കൈ ഉപാധിയാണ്. എന്നോട് നിങ്ങളോട് ഞാൻ ഇത് വസിയത്ത് ചെയ്യുകയാണ്. സലാത്തുകൾ ഏത് സലാത്തുകളുമുണ്ട്, ഒരുപാട് സലാത്തുകളുണ്ട്. നമുക്ക് കഴിവുള്ള സലാത്തുകൾ, അറിയാവുന്ന സലാത്തുകളൊക്കെ ചൊല്ലാം. പക്ഷെ അല്ലാഹുവിന്റെ റസൂലും ഇങ്ങനെ ഒരു സഹാബിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇത് ബന്ധം എവിടത്തേക്ക് പോകുന്നു? ഇബ്രാഹിം നബിയിലേക്ക് പോകുന്നു, അവിടുത്തെ ആലിലേക്കും അവിടുത്തെ കുടുംബത്തിലേക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും അവിടുത്തെ കുടുംബത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് പരിശുദ്ധമായ നമസ്കാരങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് ഓതാൻ പറഞ്ഞത്, നബിതങ്ങൾ പഠിപ്പിച്ചത്, നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുന്നു. ആ ബന്ധം അതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും നമ്മൾ തമ്മിലുള്ള ബന്ധം. ആ മോതുന്ന പ്രതിജ്ഞ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോ വജ്ജഹത്ത് ഓതുന്നത് ആരുടെ പ്രതിജ്ഞയാണ്? وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് എടുത്ത കരാറാണ്, എടുത്ത പ്രതിജ്ഞയാണ്. അതിന്റെ അർത്ഥം പറഞ്ഞു തരേണ്ടതില്ല. ആ ഒരു പ്രതിജ്ഞയും എന്ന് നാം കൈ അല്ലാഹുവിന്റെ ദർബാറിൽ ഉയർത്തിയിട്ട് കെട്ടുമ്പോ ഈ പ്രതിജ്ഞ തുടങ്ങിയിട്ടല്ലേ നമസ്കാരത്തിലേക്ക് മറ്റ് ആയത്തുകളിലേക്ക് കടക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബന്ധം എന്താ? തുടക്കത്തിലും ഒടുക്കത്തിലും. ഇപ്പൊ തുടങ്ങി വജ്ജഹത്തോട് തുടങ്ങി സ്വലാത്തോട് അവസാനിപ്പിക്കും. ഇത് രണ്ടും ബന്ധം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അപ്പൊ ഞാൻ മുസ്ലിമാണ്, ആദ്യത്തെ മുസ്ലിം ഞാനാണ്. ആദ്യത്തെ മുസ്ലിം ഞാനാണ്. സമ്മാക്കുമുൽ മുസ്ലിമീൻ, അള്ളാഹു നമുക്ക് പേരുവിട്ടു മുസ്ലിമീൻ. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയുടെ ബർക്കത്താണ് ഞാൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
രണ്ടാമത് ഇബ്രാഹിം നബി അലൈഹി, രണ്ടാമത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ് വബുശറാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തോഷ വാർത്തയാ സ്വഹാബത്തെ ഞാൻ നിങ്ങളിലേക്ക് വരാനുണ്ടായ കാരണം وَإِذْ قَالَ عِيسَى ابْنُ مَرْيَمَ يَا بَنِي إسرائيل إِنِّي رَسُولُ اللَّهِ إِلَيْكُمْ مُصَدِّقًا لِمَا بَيْنَ يَدَيَّ مِنَ التَّوْرَاةِ وَمُبَشِّرًا برسول يأتي من بعد اسمه أحمد. പരിശുദ്ധ ഖുർആനിലൂടെ അതാ ഒരു വിളംബരവുമായി മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. ഇസ്രായേൽ സന്തതികളെ, ഇസ്രായേൽ ജനതയെ, ഞാൻ നിങ്ങളുടെ പ്രവാചകനാണ്. മാത്രമല്ല ഞാൻ ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങൾക്ക് അറിയിക്കുന്ന ഒരു ദൂതനാ. وإني مبشر برسول, ഒരു റസൂലിനെ കൊണ്ടൊരു സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ. യഅതി മിൻ ബഅദി, എനിക്ക് ശേഷം വരുന്ന പ്രവാചകനാ. ഇസ്മുഹു അഹ്മദ്, ആ പ്രവാചകന്റെ പേര് അഹ്മദാണ്, മുഹമ്മദാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പേരുണ്ട്. അതിലൊരു പേര് അഹ്മദ്. അറബികൾ, കാട്ടറബികൾ, വിവരമില്ലാത്തവൻ നിബിതങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് മുദമ്മമൻ, വെറും നിന്ദ്യൻ എന്ന് വിളിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് ആദരിക്കപ്പെട്ടവൻ, സ്തുത്യർഹൻ, എല്ലാ നിലയ്ക്കും അല്ലാഹു ഇഷ്ടപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരുത്തി വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ മറുപടി നൽകുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ രണ്ടാമതായ കാരണം നിബിധങ്ങൾ വന്നത് ഈസാ നബിയുടെ സന്തോഷ വാർത്ത. ഇനി മൂന്നാമത്തെ കാരണം നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ലോകത്തേക്ക് വരാനുണ്ടായ മൂന്നാമത്തെ കാരണം വറഅത് ഉമ്മി ഹീന ഹമലത് ബി അന്നഹു ഖറജ മിൻഹാ നൂറുൻ അളാഅ ലഹു ഖുസൂറുശ്ശാം. എന്റെ ഉമ്മ എന്നെ ഗർഭം ധരിച്ച സമയത്ത്, എന്റെ ഉമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് എന്റെ ഉമ്മയിൽ നിന്നൊരു പ്രകാശം വ്യാപിക്കുകയും അതിലൂടെ ഷാമിലെ കോട്ടകൊത്തളങ്ങൾ തിളക്കമുള്ളതായി മാറുകയും ചെയ്തു. അതെന്റെ ഉമ്മയുടെ നഗ്നനേത്രം കൊണ്ട് കണ്ടതാ. മൂന്ന് കാരണം. ഈ മൂന്നാമത് പറഞ്ഞ കാരണം ബഹുമാനപ്പെട്ട ഖത്തീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ താരീഖുൽ ബഗ്ദാദിൽ കുറച്ചുകൂടി വിശാലമായ നിലയിൽ പറയുന്നുണ്ട്. ആമിന ബീവി കണ്ട സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണപ്പോൾ അന്ന ആമിനത ഖാലത്, ആമിന ബീവി പറയുകയാണ്, ലമ്മാ വദഅതുഹു അലൈഹി സ്വലാത്തു വസ്സലാം റഅയ്തു സഹാബതൻ നളീമാ. എന്റെ മകനെ ഞാൻ പ്രസവിച്ചിട്ടപ്പോ, എന്റെ മകനെ ഞാൻ പ്രസവിച്ച് വീണപ്പോൾ, എന്റെ മകൻ പ്രസവിച്ച് വീണപ്പോൾ റഅയ്തു സഹാബതൻ നളീമാ, വാനത്തിലേക്ക് ഞാനൊന്ന് നോക്കി, ആകാശത്തിലേക്ക് നോക്കി. ഒരു വല്ലാത്ത ഭയാനകതയായിരുന്നു ആ മേഘങ്ങളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. വഅസ്മഉ ഫീഹാ സഹീൽ الخيل وخفقان الأجنحة وكلام الرجال. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമ്മ പറയുകയാണ്, എന്റെ മകനെ ഞാൻ പ്രസവിച്ച് കിടന്നപ്പോ വാനലോകത്തേക്ക് നോക്കിയപ്പോൾ കുറെ അത്ഭുതങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു അത്രേ. അതിലൂടെ ഞാൻ കേൾക്കുകയാണ് കുറെ കുതിരകളുടെ കുളമ്പടികൾ. ആ കുതിരകൾ ചിറകിട്ടടിച്ചുകൊണ്ട് പറന്നുകൊണ്ട് വല്ലാണ്ട് ശബ്ദമുണ്ടാക്കുന്നത്. ആ വാനലോകത്തിൽ കാർമേഘത്തിനുള്ളിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു.
മാത്രമല്ല ഈ സംഭവങ്ങൾക്കപ്പുറമായി കുറെ പുരുഷന്മാരെന്തോ സംസാരിക്കുന്നത്, എന്തോ ഒന്ന് വിളിച്ചു പറയുന്നത്, എന്തോ അട്ടഹസിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുകയുണ്ടായെന്ന നബി തങ്ങളുടെ പൊന്നുമ്മ ആമിന ബീവി. ഈ സംഭവ വികാസങ്ങളെല്ലാം, ഈ വാനലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം എന്റെ മകനെ വന്ന് മൂടിപ്പൊതിയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഇതെല്ലാം സംഭവിച്ചപ്പോൾ എന്റെ ബോധം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ മുത്തുമുമ്മ പറയുകയാണ്, ഞാൻ എന്റെ നഗ്നനേത്രം കൊണ്ട് കണ്ട സംഭവങ്ങളാ. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം എന്റെ മകനിലേക്ക് ഓടിയെത്തുമ്പോഴേക്കും എന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ഞാൻ ഏതോ ഒരു ലോകത്ത് കിടന്ന് കുറെ കേൾക്കുകയാണ്. ഒരാള് വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കുകയാ. ബിമുഹമ്മദിൻ ഫീ ജമീഇൽ അർദ്. ആരോ വിളിച്ചു പറയുകയാണ്, ഈ മുഹമ്മദിനെയും കൊണ്ട് ലോകമെമ്പാടും ചുറ്റിത്തിരിയണമേ, ചുറ്റിത്തിരിയണമേ. ആരോ വിളിച്ചു പറയുന്നതാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അള്ളാന്റെ റസൂലിനെയും എടുത്തുകൊണ്ട് ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് ചുറ്റിത്തിരിയാൻ ആരോ ഒരാൾ വാനലോകത്ത് നിന്ന് വിളിച്ചു പറയുന്നതായി ഞാൻ കേട്ടുവെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ലോകത്തിന്റെ പ്രവാചകൻ എന്നതല്ലേ അതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉഅതീതു ഖംസാ ലാ യുഅതീഹാ ലിഅഹദ്. ആർക്കും നൽകാത്ത 5 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ പ്രത്യേകതയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുകയാണ്. ആർക്കും, ഒരു പ്രവാചകന്മാർക്കും ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചക പരമ്പരകളിൽ നിന്ന് ഒരാൾക്ക് പോലും നൽകാത്ത ചില പ്രത്യേക ഗുണങ്ങൾ അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതിൽ 5 കാര്യം പ്രത്യേകമാണ്, ശ്രദ്ധേയമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതിൽ നിന്ന് എടുത്തു പറയുകയാണ്, നുസിറതു ബിർറുബി മസീറത ശഹ്ർ. എത്രത്തോളം വിരോധികൾ എന്നെ തകർക്കാനും പരിശുദ്ധ ദീനിനെ അടിച്ചമർത്താനും ഇസ്ലാമിന്റെ പ്രതിയോഗികൾ എന്റെ മുന്നിൽ കടന്നു വന്നാൽ എന്റെ ശരീരത്തിന്റെ ഭാഗവും മുഖഭാവവും കാണുമ്പോ അവരുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു ഭയമിട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ അല്ലാഹു എന്നെ സഹായിച്ചിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. മറ്റൊരു പ്രവാചകന്മാർക്കും നൽകാത്ത ഒരു സംഭവമാണ്, മറ്റൊരു പ്രവാചകന്മാർക്കും കിട്ടാത്ത ഒരു ആനന്ദമാണ് അല്ലാഹു എനിക്ക് നൽകിയത്. കേവലം കുറച്ച് ആളുകൾ മാത്രം, അങ്കുരി പരിമിതമായ സഹാബാക്കൾ മാത്രം ഒട്ടിയ വയറുമായി, വിശന്ന വയറുമായി, കുഴിഞ്ഞ കണ്ണുമായി, ഒട്ടിയ കവിൾത്തടങ്ങളുമായി, തുരുമ്പ് പിടിച്ച 1, 2, 3 ചെറിയ ചെറിയ ആയുധങ്ങളുമായി, കുന്തങ്ങളുമായി, വാളുകളുമായി ബദറിന്റെ രണാങ്കളത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അൻസാരികളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയാ, മുഹാജിരീങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പാവപ്പെട്ട അൻസാരികളായ സഹാബാക്കൾ മക്കയുടെ മടിത്തട്ടിൽ നിന്ന് ഹബീബായ തങ്ങളെ അവിടുത്തെ ശത്രുക്കൾ ആട്ടിപ്പായിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് അഭയം നൽകിയ മദീനക്കാരായ അൻസാരി സഹാബാക്കളുടെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ഒന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ദീൻ വളർന്നു വരികയും അവരുടെ ഹൃദയത്തിലേക്ക് സ്ഥാനം പിടിച്ചു വരികയും ചെയ്യുന്നതിന് മുമ്പ് ബദറിലേക്ക് അല്ലാഹുവിന്റെ ക്ഷണം വന്നിരിക്കുകയാണ്. ഈ ബദർ സംഭവിക്കുന്നതിന് മുമ്പ് എത്രയെത്ര ചെറിയ ചെറിയ സംഘങ്ങൾ, മക്കക്കാരായ സംഘങ്ങൾ, മക്കയിൽ നിന്ന് മുശ്രിക്കീങ്ങൾ വന്ന് മദീന പട്ടണത്തിന്റെ ഉൾത്തടങ്ങളിൽ, അതിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ സഹാബാക്കളെ വേദനിപ്പിക്കാൻ വന്നപ്പോൾ അൻസാരി സഹാബാക്കളെ കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അവരെ തടുത്തു നിർത്തിയതെങ്കിൽ അവരോട് പ്രതികരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുത്തായ റസൂൽ അൻസാരികളോട് കൽപ്പിച്ചില്ലത്രേ. ആ സന്ദർഭങ്ങളിലെല്ലാം അൻസാരികളോട് അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കുവാനും അവരുടെ സമ്പത്തും അവരുടെ കുടുംബത്തിനും അവരുടെ സന്താനങ്ങൾക്കും അവരുടെ ഭാര്യമാർക്കും അവരുടെ വീടുകൾക്കും പരിപൂർണമായ അഭയം നൽകാൻ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചത് അൻസാരികളായ മക്കക്കാരായ മുഹാജിരീകളായ സഹാബാക്കളോടാണെങ്കിൽ അവസാന ഘട്ടത്തിൽ ഈ പരിശുദ്ധമായ ബദറിന്റെ രണാങ്കളത്തിൽ
അങ്കണത്തിലേക്ക് മുഹാജിരീങ്ങളെ കൊണ്ട് മാത്രം സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ അങ്കുലി പരിമിതമായ ക്ഷീണിച്ച് അവശരായ പട്ടിണി പാവങ്ങളായ സാധുക്കളായ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കഴിക്കാൻ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ലാത്ത എത്ര മക്കക്കാരായ മദീനക്കാരായ സാധുക്കളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വരൂ റബ്ബിന്റെ ഓർഡറാണ്, നമുക്ക് പോകാം, ബദറിലേക്ക് പോകാം. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അൻസാരികളും മുഹാജിരികളും സടകുടഞ്ഞെഴുന്നേറ്റ് ഹബീബായ തങ്ങളുടെ പാദസ്പർശത്തെ അനുധാവനം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ബദറിന്റെ രണാങ്കളത്തിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് നോമ്പും പിടിച്ച് വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നു. അവശരായ കുറെ സഹാബാക്കളാ. ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നു. അവശരായ സാധുക്കളായ കുറെ സഹാബാക്കളാണ്. എന്ത് മറുപടിയാണ് ഇവരോട് ഞാൻ നൽകുക? പടച്ചവനെ, അശ്വാരൂഢന്മാരുമായി ആയിരങ്ങൾ വന്ന് നിന്റെ ദീനിനെ തകർക്കാൻ അടിയുറച്ചു നിൽക്കുമ്പോ അവർ ഓരോരുത്തരും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുമ്പോ ഈ പരിശുദ്ധമായ റമദാനിന്റെ 17-ാം രാവിൽ ഞങ്ങൾ ഇതാ പാവപ്പെട്ടവർ നിന്റെ തിരുസവിധത്തിൽ കൈനീട്ടുകയാണ്. അല്ലാഹ്, വെള്ളമില്ല റബ്ബേ, വെള്ളമില്ല റബ്ബേ, കുടിക്കാനും കുളിക്കാനും വെള്ളമില്ല അല്ലാഹുവേ. സാധുക്കളായ സഹാബാക്കൾ, സാധുക്കളായ അൻസാരികൾ, സാധുക്കളായ മുഹാജിരീങ്ങൾ പരിശുദ്ധ പ്രവാചകനും സഹാബത്തിനും മദീനയിൽ അഭയം നൽകിയതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്ന് മാറ്റിയോടിക്കപ്പെട്ട അൻസാരികളായ സഹാബാക്കൾ പോലും കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് പ്രതിയോഗികളുടെ വരവും കാത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ, ഈ ആയിരങ്ങളുടെ മുന്നിൽ ഹഖായ ദീനിനെ നീ നിലനിർത്തണമേ. അശ്വാരൂഢന്മാരായ ആയിരക്കണക്കായ പ്രതിയോഗികൾ പരിശുദ്ധ പ്രവാചകന്റെ തല കൊയ്തെടുക്കാൻ വന്നപ്പോ അവരെ എല്ലാവരെയും അല്ലാഹുവിന്റെ റസൂലിന്റെ മുബാറക്കായ കരങ്ങളെ കൊണ്ട്, നാവുകളെ കൊണ്ട്, ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ആട്ടി പായിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ദീനിന്റെ വെള്ളിക്കൊടി പാറി പറപ്പിക്കാൻ അല്ലാഹു അനുവദിച്ചെങ്കിൽ മറ്റൊരു പ്രവാചകന്മാർക്കും നൽകാത്ത ഒരു സവിശേഷതയാ നുസിർതു ബിർറുബി മസീറത ശഹരി. ഒരു മാസം വഴി ദൂരം എത്രത്തോളം പ്രതിയോഗികൾ യുദ്ധം ചെയ്താൽ എങ്ങനെയാണോ രക്ഷപ്പെടാൻ കഴിയുക, അതിനുള്ള വഴികൾ അല്ലാഹു എനിക്ക് നൽകി എന്നത് എന്റെ മാത്രം പ്രത്യേകതയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെനിക്ക് മാത്രം അല്ലാഹു നൽകിയ പ്രത്യേകതയാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പുണ്യമായ മക്ക മുകറമയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ വകവരുത്തുവാൻ അബൂജഹൽ വന്നപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പരിസരത്തേക്ക് പോലും അടുക്കാൻ കഴിഞ്ഞില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പരിസരത്തേക്ക് അടുക്കുന്നതിന് മുമ്പ് തന്നെ അബൂജഹലിനെ മലക്കുകൾ തകർത്തെറിഞ്ഞുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര സത്യമാണ്. നുസിർതു ബിർറുബി, ശത്രുക്കളുടെ മുന്നിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭയം കൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടു. എത്ര സംഭവങ്ങളാണ് അത്. മറ്റൊരു പ്രവാചകന്മാർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകാത്ത ഒരു അനുഭവമാണ്, ഒരു സന്തോഷമാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അല്ലാഹു നൽകിയത്. അങ്ങനെ അല്ലാഹു എന്നെ ആദരിച്ചു, ബഹുമാനിച്ചു. രണ്ടാമത് വജുഇലത്തിൽ അർളു മസാജിദ വതുഹൂറഹാ وجعلت لي الأرض مساجدا وطهورها فأي رجل من أمتي أدركته الصلاة فليصلي. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് തന്ന അനുഗ്രഹമാണ്. എന്റെ നാട്ടിന്റെ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിങ്ങൾ യാത്ര ചെയ്താലും മസ്ജിദുകളെയും ആ മണ്ണുകളെയും അല്ലാഹു പരിശുദ്ധമാക്കിയിരിക്കുകയാ. ഏ മുസ്ലിം ലോകമേ, فأيما رجل من أمتي أدركته الصلاة فليصلي. യാത്ര ചെയ്യുമ്പോ, വിനോദത്തിന് പോയാലും, കളിക്കാൻ പോയാലും, കല്യാണത്തിന് പോയാലും, വിവാഹമാമാങ്കത്തിന് പോയാലും നിങ്ങൾ നമസ്കാരം ഖളാ ആക്കരുതേ. എത്ര ദീർഘദൂര യാത്ര ചെയ്താലും നമസ്കാരം ഖളാ ആക്കരുതേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ജുഇലത്തിൽ അർളു മസാജിദഹാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് നൽകിയ ഏറ്റവും വലിയ വരദാനമാണ്, അനുഗ്രഹമാണ്. ഈ ഭൂമിയെ എനിക്ക് ശുദ്ധമാക്കി തന്നിരിക്കുക.
പറയുകയാ, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാരെങ്കിലും നമസ്കാരത്തിന്റെ സമയമായി പള്ളി കണ്ടില്ല എങ്കിൽ അവരൊരു വിരിപ്പ് വിരിച്ച് ശുദ്ധമായ ഭൂമിയിൽ മണ്ണിൽ അവർ നമസ്കരിച്ചു കൊള്ളട്ടെ. അല്ലാതെ നമസ്കാരം ഖളാക്കരുതേ, നമസ്കാരം ഖളാക്കരുതേ. കല്യാണത്തിന്റെ പേരിൽ, യാത്രയുടെ പേരിൽ, വിനോദത്തിന്റെ പേരിൽ, കളിച്ചിരിയുടെ പേരിൽ നമസ്കരിക്കാൻ പള്ളി കിട്ടിയില്ല, അങ്ങനെ നമസ്കാരം ഖളായി പോയി എന്നൊരു വാക്ക് ഇനി മേലിൽ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഏത് മണ്ണിലാണോ, ഏത് നാട്ടിലാണോ പള്ളിയില്ലാത്ത നാട്ടിലൂടെ, മരുഭൂമിയുടെ മരുപ്പച്ചയിലൂടെ, മരുഭൂമിയുടെ പ്രാന്തപ്രദേശത്തിലൂടെ നീ സഞ്ചരിച്ചോ, പള്ളിയില്ലയോ, നിന്റെ കൈകളിൽ അത്യാധുനിക ഉപകരണങ്ങളുള്ള മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതിൽ ഖിബിലയൊന്നമർത്തിയാൽ എവിടെയാണ് ഖിബിലയെന്ന് നിനക്കറിയാൻ കഴിയുമത്രേ. അങ്ങനെ നിന്റെ കയ്യിലുള്ള ഒരു തുണി വിരിച്ചുകൊണ്ട് നമസ്കാരത്തിന്റെ സമയമെത്തിയാൽ ഖളാക്കാതെ നമസ്കരിക്കണേ, നമസ്കരിക്കണേ. ഇത് അല്ലാഹു എനിക്ക് ചെയ്ത ഒരു സഹായമാണ്, അനുഗ്രഹമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി, ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, വൗഹില്ലതിലിയൽ മഗാനിം, എനിക്ക് ഗനീമത്ത് സ്വത്ത് അല്ലാഹു അനുവദിച്ചു തന്നിരിക്കുകയാ. മറ്റൊരു പ്രവാചകന്മാർക്കും അല്ലാഹു അനുവദിച്ചു കൊടുത്തിട്ടേ ഇല്ല. അത് അല്ലാഹു എനിക്ക് ചെയ്ത അനുഗ്രഹമാണെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അതാ പറയുകയാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ കാനൻ നബിയു യബ്അതു ഫീ ഉമ്മതിഹി ഖാസ്സ വബുഇസ്തു ഇലാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഓരോ പ്രവാചകന്മാരും ഓരോ സമുദായത്തിന്റെ നേതൃസ്ഥാനത്തിലേക്കും ആ നാട്ടിലേക്കും ആ രാജ്യത്തിന്റെയും സംരക്ഷകരായി, സുരക്ഷിതരായി, അവരുടെ സംസ്കാരത്തിന്റെ വക്താക്കളായി കടന്നു വന്നെങ്കിൽ അത് ഓരോ പ്രവാചകന്മാർക്ക് അല്ലാഹു നിശ്ചയിച്ച ജോലിയാണ്, ദൗത്യമാ. പക്ഷേ ഞാൻ നിയോഗിക്കപ്പെട്ടത് സമസ്ത ലോകങ്ങളുടെയും നേതാവായിട്ടാണ്. വമാ أرسلناك إلا كافة للناس بشيرا ونذيرا. ഓരോ പ്രവാചകന്മാർക്കും ഓരോ സമുദായത്തിന്റെ ഉത്തരവാദിത്തമാണ് അല്ലാഹു നൽകിയതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലായ മുത്തായ ഹബീബായ തങ്ങൾ പറയുകയാണ്, ഈ ലോകത്തിന്റെ മുഴുവനും ഉത്തരവാദിത്തം അല്ലാഹു എന്റെ കയ്യിൽ ഏൽപ്പിച്ചു അത്രേ. അതാണ് മഹദിയായ ആമിന ബീവി പറഞ്ഞത്, സമിഅതു മുനാദിയ യുനാദി യഖൂൽ, ഒരാൾ വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കുകയാ, തൂഫൂ ബി മുഹമ്മദിൻ ഫീ ജമീൽ അർദ്, ഈ ലോകത്തിന്റെ സകലമായ ദിക്കിലേക്കും മൂലയിലേക്കും മുക്കിലേക്കും ജില്ലയിലേക്കും ഗ്രാമാന്തരങ്ങളിലൂടെ വീതികളിലൂടെ ഗ്രാമവീതികളിലൂടെ ഈ ഹബീബായ തങ്ങളെ കൊണ്ടുപോകണമേ എന്ന് ആരോ പറയുന്നത് ഞാൻ കേട്ടുവെന്ന് മഹദിയായ ആമിന. ബഹുമാനമുള്ള സഹോദര, അപ്പൊ ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും ആമിന ബീവി കണ്ടതും സത്യമല്ലേ? ലോകത്തിന്റെ എല്ലാ ദിക്കിലും മൂല നബിതങ്ങളെ കുറിച്ച് ചർച്ച ഉണ്ടാകണം, വേണം. അതാണ് നബിതങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞത്, തൂഫൂ ബി മുഹമ്മദ് ഫീ ജമീഇൽ അർദ്. തീർന്നില്ല, വീണ്ടും പറയുന്നത് ഞാൻ കേൾക്കുകയാ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മിണ്ടാതെ ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? നമ്മൾ പറയുന്നത് കേൾക്കാൻ നമുക്ക് 10 സ്വലാത്ത് കൂടുതൽ ചൊല്ലാൻ പറ്റില്ല. അത്രയും ആരാണ് നബി എന്നുള്ളതാണ് നമ്മുടെ ചർച്ച, അവിടുത്തെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല നിലയ്ക്ക് സ്വലാത്തും കൂടെ അങ്ങോട്ട് പോകട്ടെ. അതിന്റെ ബർക്കത്ത് നമ്മുടെ നാട്ടിൽ ഇറങ്ങും, ഈ സദസ്സിൽ ഇറങ്ങും. നമ്മുടെ ഉദ്ദേശം നിറവേറ്റിത്തരും, രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി തരും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആത്മാർത്ഥമായ നിലയിൽ അൽഹംദുലില്ലാഹ് നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ പറ്റിയ ഒരു സദസ്സാണ്, സന്ദർഭമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സ്വലാത്തിനെ പരിശുദ്ധമായ മദീന പള്ളിയിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസവ സമയത്തുണ്ടായ മറ്റു സന്ദർഭങ്ങളിലേക്ക് ആമിന ബീവി കടക്കുകയാണ്.
طوفوا بمحمد في جميع الأرض واعرفوه واعطوه بكل روح من الإنس والجن والملائكة والطيور والوحوش. ഓരോ മനുഷ്യന്റെ ആത്മാവുമായി, ഈ ലോകത്തുള്ള ഓരോ മനുഷ്യന്റെ ആത്മാവുമായി ഈ നബിയെ ബന്ധപ്പെടുത്തുവിൻ നിങ്ങൾ. ഓരോ മനുഷ്യന്റെ ആത്മാവുമായി, ഓരോ മൃഗങ്ങളുടെ ആത്മാവുമായി, ഓരോ പക്ഷിപർവാദികളുടെ ആത്മാവുമായി, ഓരോ മലക്കുകളുടെ ആത്മാവുമായി, ഓരോ ജിന്നുകളുടെ ആത്മാവുമായി ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവിനെ ബന്ധപ്പെടുത്തുവിൻ. ജിന്നുകളുടെ ആത്മാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. അപ്പൊ അതിനർത്ഥം ജിന്നുകളിലേക്കും ഇൻസുകളിലേക്കും മനുഷ്യവർഗത്തിലേക്കും ഭൂതവർഗത്തിലേക്കും വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിന്നിന്റെ മസ്ജിദുൽ ജിന്ന് അറിയാലോ, മസ്ജിദുൽ ജിന്ന് മക്കയിൽ പോയിട്ടുള്ളവർക്ക് മസ്ജിദുൽ ജിന്ന്, സൂറത്തുൽ ജിന്ന് ഇറങ്ങിയ സ്ഥലമാണത്. وَإِذْ صَرَفْنَا إِلَيْكَ نَفَرًا مِنَ الْجِنِّ يَسْتَمِعُونَ الْقُرْآنَ فَلَمَّا حَضَرُوهُ قَالُوا أَنصِتُوا فَلَمَّا قُضِيَ وَلَّوْا إِلَى قَوْمِهِمْ مُنذِرِينَ قالوا يا قومنا إنا سمعنا كتابا أنزل من بعد موسى. പരിശുദ്ധ പ്രവാചകൻ മസ്ജിദുൽ ജിന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ ജിന്നിന്റെ ഭൂതവർഗത്തിന്റെ ഒരു സംഘത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി തങ്ങളുടെ സവിധത്തിലേക്ക് പറഞ്ഞു വിടുകയാ. ജിന്നുകൾ ബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ പഠിക്കാൻ വരികയാണ്. وَإِذْ صَرَفْنَا إِلَيْكَ نَفَرًا مِنَ الْجِنِّ ജിന്നുകളിലെ ഒരു കൂട്ടത്തെ അങ്ങയുടെ സവിധത്തിലേക്ക് നാം നിയോഗിച്ച സന്ദർഭം നബിയെ ഒന്നയവിറക്കേണമേ. وَإِذْ صَرَفْنَا إِلَيْكَ نَفَرًا مِنَ الْجِنِّ يَسْتَمِعُونَ الْقُرْآنَ. അല്ലാഹുവിന്റെ ഹളറത്തിൽ നബി തങ്ങളുടെ ഹളറത്തിലേക്ക് ജിന്നുകൾ വന്നത് ഖുർആൻ കേൾക്കാനാണ്, ഖുർആൻ പഠിക്കാനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് എന്താ? നിന്റെ ആയത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാളിനെ ഈ നാട്ടിലേക്ക് നിയോഗിക്കുക അല്ലാഹുവേ. അപ്പൊ ജിന്നുകൾക്കും പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻകും മിൻ റിസ്ഖ് വമാ أن يطعمون إن الله هو الرزاق ذو القوة المتين. ജിന്നുകളെയും ഇൻസുകളെയും ഈ ലോകത്തേക്ക് ഞാൻ നിയോഗിച്ചത്, അവരെ സൃഷ്ടിച്ചയച്ചത് അള്ളാഹ്ക്ക് ബാത്തിയാൻ. നിങ്ങളിൽ ഞാൻ ഭക്ഷണമൊന്നും ചോദിക്കുന്നില്ല, നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണ്ട, ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. നിങ്ങൾക്ക് ഭക്ഷണം തരാൻ കഴിവുള്ളവൻ ഞാനാണ്, അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിക്കണം. അതാണ് ജിന്ന് വർഗത്തോടും ഇൻസ് വർഗത്തോടും അള്ളാഹുവിന്റെ കൽപ്പന. അപ്പൊ ജിന്നുകളിലേക്കും രണ്ട് ലോകത്തേക്ക്, രണ്ട് വർഗക്കാരിലേക്കാണ് എന്നെ അള്ളാഹു നിയോഗിച്ചത്. അത് ജിന്ന് വർഗവും അത് ഇൻസ് വർഗവും മനുഷ്യവർഗവും ജിന്ന് വർഗവുമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്ന് വർഗം കേൾക്കുന്നതിന് വേണ്ടി ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഖുർആൻ കേൾക്കാൻ അവരിങ്ങനെ നബി തങ്ങളുടെ ഹളറത്തിൽ വന്നു.
فلما حضروه قالوا أنصتوا. അവർ പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനും കേൾക്കുന്നതിനും നബി തങ്ങളുടെ ഹളറത്തിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു അൻസിതു. ശ്രദ്ധിക്കൽ കേട്ടോ, ഖുർആന്റെ സദസ്സുകളിൽ നിശബ്ദരാൻ അടക്കത്തോടെ, അച്ചടക്കത്തോടെ, അദബോടെ, മര്യാദയോടെ ഇരിക്കണം. ജിന്നുകളോട് അള്ളാന്റെ ജിന്നുകളുടെ നേതാക്കന്മാരും ജിന്നുകളുടെ അനുയായികളോട് പറയാണ്, ഏയ് ഖുർആൻ ഓതപ്പെടുകയാണ്, ഇൽമിന്റെ സദസ് അടങ്ങിയിരി, അവിടെ മിണ്ടരുത്, മിണ്ടരുത്. വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സശ്രദ്ധം കേൾക്കണമേ, നിശബ്ദരായിരിക്കണമേ, അതിന്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും മനസ്സിലാക്കണമേ, നിങ്ങൾക്ക് അള്ളാഹു കരുണ ചെയ്തേക്കാം. അള്ളാഹു കരുണ ചെയ്യുന്നർത്ഥം. ഖുർആനിന്റെ സദസ്സുകളിൽ ഇരുന്നാൽ അള്ളാന്റെ കരുണ കിട്ടുന്നർത്ഥം. അതിലിരിക്കണം, അതിൽ ചെയ്താൽ സമ്മതിക്കില്ല ഇരുത്താം. നല്ല കുറച്ച് സമയമാകുമ്പോൾ ഒരു മൊബൈൽ ഫോൺ വരും, കോൾ വരും, പതുക്കെ അതും പൊക്കിക്കൊണ്ടുപോകും. ചെയ്താൽ സമ്മതിക്കില്ല. കാരണം ഇവൻ രക്ഷപ്പെട്ടാലോ അത് അവന് ഇഷ്ടപ്പെടുവോ രക്ഷപ്പെട്ടാൽ? ചെറുപ്പക്കാരൻ മൊത്തം പള്ളിയിൽ കയറിയാൽ പിന്നെ ശൈത്താൻ എന്താ ഇവിടെ ജോലിയുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. ചെറുപ്പക്കാർ മൊത്തം പള്ളിയിൽ കയറി, പിന്നെ ഇപ്പൊ കുറെ എക്സ്പയർ ആയ കുറെ വയസ്സന്മാരല്ലേ, മധ്യവയസ്കർ, എന്തായാലും നമ്മൾ പോകാനുള്ളതായി. ഇനിയിപ്പോ നമുക്ക് ഇനി കളിയും ചിരിയും ബ്ലൂടൂത്തും ഒന്നുമില്ല. നമ്മളിപ്പോ കുറച്ചിരുന്ന് ഇൽമു കേൾക്കാം, ഖുർആൻ കേൾക്കാം, ആയത്ത് കേൾക്കാം, ഹദീസ് കേൾക്കാം എന്നുള്ള ചിന്ത. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരോ അതിങ്ങനെ മൊബൈലുമായിട്ട് ബ്ലൂടൂത്തുമായിട്ട് ഓരോരുത്തന്റെ കാതില് ഒരുത്തന്നെ ഓട കാതില് അതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കണശ അങ്ങോട്ട്, അവിടുന്ന് കണശ ഇങ്ങോട്ട് ഇങ്ങനെ. അത് മൂപ്പിലാന്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമല്ലേ? ഇൽമിന്റെ സദസ്സിൽ ഇരുത്തൂലല്ലോ അവന്. അങ്ങനെയാണല്ലോ. ഇങ്ങനെ വന്ന് നോക്കും, കുറച്ചു പേരൊക്കെ വന്ന് നോക്കിയിട്ട് അങ്ങനെ മുസ്ലിം ഖുർആൻ വണ്ടി അടിച്ചു, വണ്ടി എടുത്ത് പോയി. കാരണം അവിടെ ആളിരിപ്പോണ്ട് ഇങ്ങോട്ട് കയറ്റി വിടാതിരിക്കണം. അതാണ് അള്ളാഹ് പറഞ്ഞ എന്താ, ഖുർആനിന്റെ സദസ്സിൽ നിങ്ങൾ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും, കാരുണ്യം കിട്ടും. അള്ളാഹ് പറഞ്ഞ വാക്കല്ലേ. അപ്പൊ ആ റഹ്മത്ത് നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടൂല്ലേ? നമ്മൾ രക്ഷപ്പെട്ടു പോയില്ലേ? റഹ്മത്തുള്ളാഹി ബറകാതുഹു. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു പോയില്ലേ? അപ്പൊ അതുകൊണ്ട് ആ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി പിശാച് നല്ല പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞത് فَإِذَا قَرَأْتَ الْقُرْآنَ فَاسْتَعِذْ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ. ഇങ്ങനെയുള്ള സംഭവം ഒന്നും ഉണ്ടാവാതിരിക്കാൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് ശൈത്താൻ ആദ്യമേ വരട്ടി ഓടിച്ചേക്കണം. അപ്പൊ റാഹത്തായിട്ടിരിക്കാം. അതിൽപ്പെട്ട ഒരു ശൈത്താനായി മൊബൈല് അതങ്ങ് ഓഫാക്കി വെച്ചിട്ട് സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ പെണ്ണും അവിടെ ഇരിക്കും, ആണും ഇവിടെ ഇരിക്കും. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പെണ്ണും പിള്ള ഇങ്ങോട്ട് മിസ് കോൾ അടിക്കുക, പോകാം, അല്ലെങ്കിൽ മെസ്സേജ് പോകാൻ സമയമായി, എനിക്ക് വയറ്റ് വേദന എടുക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞ് കരയുന്നു, പോകാന്ന് പറഞ്ഞു വിളിക്കാതിരുന്നാല ഓഫാക്കി വെച്ചാൽ 1.5 മണിക്കൂർ പ്രസംഗം, 1.5 മണിക്കൂർ കഴിയുമ്പോൾ റാഹത്തായിട്ട് എഴുന്നേറ്റ് പോകാം. പിന്നെ ഓണാക്കിയാൽ മതി. കാറിൽ ചെല്ലുമ്പോൾ ഒത്തിരി ചൂടാവും, അത്രേ ഉള്ളൂ. എത്ര നേരം കൊണ്ട് വിളിക്കും, നിങ്ങളുടെ മൊബൈൽ ഓഫാക്കുക. പക്ഷെ അപ്പൊ ഇനി അങ്ങനെ ചെയ്യണം. അതൊരു റാഹത്തായ കാര്യമാണ് പരിശുദ്ധ ഖുർആൻ. അപ്പം എന്തായാലും അർത്ഥം അദബിൽപ്പെട്ട കാര്യമാണല്ലോ. ഇൽമിന്റെ സദസ്സിൽ വന്നിരിക്കുമ്പോൾ ഖുർആൻ കേൾക്കുന്ന സദസ്സിൽ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിത്തുൻ യുഹ്ബിതു അമല 30 സന. 6 സ്ഥലങ്ങളിലെ സംസാരം, 6 സ്ഥലങ്ങളിലെ അശ്രദ്ധ 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയും. 6 സ്ഥലങ്ങളിലെ സംസാരം 30 വർഷത്തെ അമൽ നഷ്ടപ്പെടുത്തി കളയും. ആകപ്പാട് ഇവിടെ 30 വർഷം കണക്ക് കൂട്ടി നോക്കിയാലും ഒരു 10-30 വർഷത്തെ ജുമാ മാത്രം കാണും ലിസ്റ്റിൽ. ഒക്കത്തുകളൊന്നുമില്ല, ജുമാ മാത്രം. അതും കൂടെ അങ്ങ് പോയാൽ പിന്നെ എന്താ ഉള്ളത്? 30 വർഷത്തെ അമൽ നഷ്ടപ്പെടും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറയുകയാണ്, ഇൽമിന്റെ മജ്‌ലിസിലെ സംസാരം അമലുകൾ നഷ്ടപ്പെടുത്തി കളയും. നമ്മളിവിടെ പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ വേറെ പോകൂലേ? അപ്പൊ അമലുകൾ നഷ്ടപ്പെടുത്താൻ അത് സാധ്യതയാണ്. മസ്ജിദ്, പള്ളിയിൽ ആവശ്യമില്ലാതിരുന്ന അള്ളാഹുവിന്റെ ഭവനത്തിൽ വെറുതെ ഇരുന്ന് സംസാരിക്കാൻ പാടില്ല. ആവശ്യമില്ലാത്ത സംസാരങ്ങൾക്കുള്ളതല്ല അള്ളാഹുവിന്റെ ഭവനങ്ങൾ. അള്ളാഹുവിന്റെ വീട് എന്നൊരു വിഷയമുണ്ട് ഇതിൽ. അത് എവിടെയെങ്കിലുമൊക്കെ സ്ഥലമുള്ളപ്പോൾ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ആ ബോർഡുകളിലെ കണ്ടങ്ങൾ വരണം. എന്താണ് അള്ളാഹിന്റെ പള്ളി, പള്ളിയോടുള്ള ഉത്തരവാദിത്തം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ വീട്. ഇവിടെ വെറുതെ ഓടിച്ചാടി പിടിച്ച് പള്ളിയിലൊന്നും പോയി കയറി നിസ്കരിക്കുമ്പോൾ അതിന്റെ അതബുകളും ഹുർമത്തുകളും പാലിക്കുന്നില്ല. അള്ളാഹു റസൂലും അള്ളാഹിന്റെ വീടിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്.
അപ്പൊ നമ്മളിപ്പോ 10-50 ലക്ഷം കൊടുത്ത് വീട് വെച്ചിട്ട് ആർക്കെങ്കിലും ഓടി വന്ന് കയറാൻ പറ്റുമോ? അതെല്ലാം അടച്ചു പൂട്ടി എപ്പോഴും ഇരിക്കും. മണിച്ചിത്ര താഴെ ഇപ്പൊ എല്ലാം മണിച്ചിത്ര താഴിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. എത്ര ബെല്ലടിക്കണം അതിനകത്ത് കയറണമെങ്കിൽ? അപ്പൊ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ഓടിക്കണമെന്ന് കയറാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് ചില മഹത്വങ്ങളും ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് എവിടെയെങ്കിലും ഒക്കെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മളത് പറയാൻ തരം കേട്ട് മനസ്സിലാക്കും. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ പള്ളിയിലുള്ള സംസാരം, അനാവശ്യമായി പള്ളിക്കകത്തുള്ള സംസാരം നിങ്ങളുടെ 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തും. ഖുർആൻ ഓതുന്ന സദസ്സിൽ സംസാരിച്ചാൽ 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയും. മയ്യത്തിന്റെ സ്ഥലത്ത് വെച്ചുള്ള സംസാരം, മയ്യത്തിന്റെ അടുക്കൽ വെച്ചുള്ള ദുനിയവി സംസാരം 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയും. മഖ്ബറകളിൽ വെച്ചുള്ള ദുനിയവിയായ സംസാരം 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയും. ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുന്ന സംസാരം 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയും. ഇങ്ങനെ 6 കാര്യങ്ങൾ 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വേണമെങ്കിൽ നാളെ മുതൽ തീരുമാനിക്കും. ഇന്നുവരെ അറിയാതൊക്കെ ചെയ്തപ്പോൾ അള്ളാഹ് പുറത്തു തരട്ടെ. അതെല്ലാം വായിക്കാൻ പറ്റും. അള്ളാഹ് പുറത്തു തരട്ടെ. ഇനി നാളെ മുതൽ ഈ ഭാഗങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. മയ്യത്ത് വീട്ടിൽ പോയാലുള്ള സംസാരമാണ് അല്ലെ? മരണ വീട്ടിൽ പോലെ എന്താ നിബിധങ്ങൾ എന്താ പറഞ്ഞത്? മരണ വീട്ടിൽ പോകുമ്പോ ഇദാ ഹദർതുമുൽ മയ്യിത ഫഖൂലു ഖൈറാ ഇന്നൽ മലായികത തുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. മരിച്ച വീട്ടിൽ പോകുമ്പോ നിങ്ങൾ നല്ലത് മാത്രമേ പറയാവേ, സംസാരിക്കാവേ. ഇന്നൽ മലായികത തുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കുകൾക്കും മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാ. അവൻ മരിച്ചത് അവൻ എന്താ കുടിയനായിരുന്നു, എന്ത് മോശക്കാരനായി, എന്താ വേഷം, അവന്റെ സ്വഭാവം മോശം. മരിച്ച വീട്ടിൽ പോയിട്ട് പറയാ. ആണ് മരിച്ച വീട്ടിൽ പോയിട്ട് മരണപ്പെട്ട വ്യക്തിയോട് ദുആർക്കുക, നല്ല കാര്യങ്ങൾ പറയുക. അതല്ലാതെ അനാവശ്യങ്ങളോ ഒരു ആവശ്യമില്ലാത്ത വാക്കുകളോ സംസാരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കാം. അപ്പൊ ഇതൊക്കെ അമലുകൾ നഷ്ടപ്പെടുത്തും. അതേപോലെ മയ്യത്തടക്കാൻ വേണ്ടി പള്ളിയിൽ ഖബറിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെയും സംസാരങ്ങളാണ്. ഈ കിടക്കുന്ന ഖബറുകളെയും പൊളിഞ്ഞ ഖബറുകളെയും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടി വരണ്ടേ? അവിടെയും സംസാരം ദുനിയാവിന്റെ സംസാരങ്ങളാണ്. ഈ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ അവിടെ കൂടെയുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് കിടന്ന് അടിയോടടി എന്താ അടി പടച്ചവനെ, അത് സഹിക്കാൻ പറ്റില്ല ഒരു സാധനം. എല്ലാത്ത കണ്ടുപിടുത്തങ്ങൾ തന്നെ. ജൂതന്റെ കണ്ടുപിടുത്തം പള്ളിക്കകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ എന്റെ പള്ളിക്കകത്ത് മ്യൂസിക്കുകൾ മുഖരിതമാകും എന്ന് നബി തങ്ങൾ പറഞ്ഞത് ഇന്നത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കല്ലേ? ശരിയല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്? ഹബീബായ തങ്ങൾക്ക് പഴിച്ചിട്ടില്ല, തെറ്റുപറ്റിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇന്ന് നമ്മൾ നേരിൽ കാണുകയാണ്. ഇനി നമ്മൾ ആരും സംസാരിക്കേണ്ട. ആ സാധനം മറന്നു, ശൈത്താൻ മറപ്പിച്ചു കളയും. പള്ളി കയറുമ്പോഴേക്കും മയ്യത്ത് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും അത് ശൈത്താൻ മറപ്പിക്കാൻ, ഓഫാക്കി വെക്കാൻ. ആ സമയമാകുമ്പോൾ ഉദ്വാരുന്നോണ്ടിരിക്കുമ്പോൾ കബറിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കിടന്ന് പടപെടാന്നുള്ള അടി ഉള്ള കോൺസെൻട്രേഷൻ മുഴുവനും പോകും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ ഖുർആൻ ഓതുമ്പോ ശ്രദ്ധിച്ചേക്കണം. ജിന്നുകൾ വന്നിട്ട് അതാ പറഞ്ഞത്. ജിന്നുകൾ ഇങ്ങനെ ഹാജരായപ്പോ പറഞ്ഞു ഇസ്തമിഊനൽ ഖുർആൻ ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതൂ. അവരെ സന്നിഹിതരായപ്പോൾ മലക്ക് ജിന്നുകളോട് പറഞ്ഞു, സശ്രദ്ധം കേൾക്കണമേ, ശ്രവിക്കണമേ, നിങ്ങൾ ക്ഷമയോടെ ശ്രദ്ധിച്ചിരിക്കണമേ എന്ന് ജിന്നുകളുടെ നേതാക്കന്മാര് പറഞ്ഞു. ഫലമ്മാ ഖുളിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. ആ സദസ്സിൽ നിന്നവർ പിരിഞ്ഞു പോയപ്പോൾ പരസ്പരം പറഞ്ഞുകൊണ്ടാണ് പോയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് താക്കീത് നൽകിയ സംഭവ വികാസങ്ങൾ അവർ ചർച്ച ചെയ്തുകൊണ്ടാണ് ആ സദസ്സിൽ നിന്ന് പുറത്തേക്ക് പോയത്. നമ്മൾ ഈ വാളിന്റെ സദസ്സിൽ നിന്ന് പോകുമ്പോ എന്താ ചർച്ച ചെയ്യേണ്ടത്? മൊയ്ലിയാരുടെ പ്രശ്നം അങ്ങനെ ഉണ്ടായിരുന്നല്ല നമ്മൾ നോക്കണു. അല്ല, അയാൾ വന്നായിരുന്നെ കുറച്ചൊരാള് കൂടിയാണ്, ഇയാൾ വന്ന വലിയ ഗുണമൊന്നുമില്ല, ഇങ്ങാർക്ക് ടൂണില്ല, ഈണമില്ല, ഇമ്പോ ഇല്ല, അതില്ല. ഇങ്ങനെയല്ല ചർച്ച ചെയ്യേണ്ടത്. പറയപ്പെട്ട വിഷയം എന്താ ഉണ്ടോ പറഞ്ഞു കേട്ടോ. അള്ളാഹെ കുറിച്ച് പറഞ്ഞു കേട്ടോ, അവനെ കുറിച്ച് പറഞ്ഞു കേട്ടോ, നബിയെ കുറിച്ച് പറഞ്ഞു കേട്ടോ, വേണമെങ്കിൽ സൂക്ഷിച്ചോ എന്നുള്ള താക്കീതുകാരായി വേണം പോകാൻ. അതാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നിയോഗിച്ചത് എന്തിനാ? താക്കീത് കൂടെ നൽകാനാണ്. എല്ലാ വിഷയവും ഇടയ്ക്കൂടെ കേട്ടിക്കോട്ടെ. യാ അയ്യുഹൻ നബി
أرسلناك شاهدا ومبشرا ونذيرا شاهدا ومبشرا ونذيرا സന്തോഷവാർത്ത അറിയിക്കുന്നവനായിട്ടും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മാനിച്ച് ജീവിക്കുന്ന വിശ്വാസികൾ ആരാണോ അവർക്ക് നബിയെ അങ്ങ് സന്തോഷവാർത്ത അറിയിക്കുന്നവനും, ആരൊരാൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ തെറ്റി ജീവിക്കുന്നുവോ അവർക്ക് താക്കീത് നൽകുന്നവനുമാണ് നബിയെ. മുന്നറിയിപ്പുകാരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പുകാരൻ. അപ്പൊ നമ്മളിവിടെ ഇറങ്ങി പോകുമ്പോ ഒരു മുന്നറിയിപ്പോടെ വേണം പറയാൻ. കേട്ടോ പറഞ്ഞത്, നമ്മൾ ആഖിറത്തിൽ പിടിക്കപ്പെട്ട് സൂക്ഷിച്ചോ, ആ ഒരു മുന്നറിയിപ്പ് ജിന്നുകൾ ഇറങ്ങിപ്പോയതുപോലെ. അപ്പോൾ ബഹുമാനപ്പെട്ട ആമിന ബീവി കേൾക്കുകയാണ്, وَأَعْرِضُوهُ عَلَى كُلِّ رُوحَانِيٍّ مِّنَ الْجِنِّ وَالْإِنسِ وَالْمَلَائِكَةِ وَالطُّيُورِ وَالْوُحُوشِ. ഓരോ മനുഷ്യന്റെ ആത്മാവുമായി, മലക്കുകളുടെ ആത്മാവുമായി, മൃഗങ്ങളുടെ ആത്മാക്കളുമായി, പക്ഷിപരവാദികളുടെ ആത്മാക്കളുമായി ഈ നബിയുടെ ആത്മാവിനെ ബന്ധിക്കണമേ, ബന്ധിക്കണമേ. മനുഷ്യരോട് മാത്രമല്ല നബി തങ്ങൾക്ക് ബന്ധമുള്ളത്, സകലമാന ജീവജാലങ്ങളോടും അല്ലാഹുവിന്റെ റസൂലിന് ബന്ധമുണ്ടത്രേ. ഒരൊട്ടകത്തെ കെട്ടിയിട്ട് വേദനിപ്പിച്ച കാട്ടറബിയുടെ പ്രവൃത്തി കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ആ ഒട്ടകത്തിന്റെ സമീപത്തിലൂടെ കടന്നു പോയപ്പോ ഹബീബായ തങ്ങളെ നോക്കിയിട്ട് ആ ഒട്ടകം നെടുവീർപ്പിടുകയാ, പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ കണ്ണുനീര് തുടച്ചിട്ട് ചോദിച്ചു, നിന്നെ ആരാണ് കെട്ടിയിട്ടത്? നബിയെ, എനിക്ക് വെള്ളം നൽകിയില്ല, ഭക്ഷണം നൽകിയില്ല എന്ന് ആ ഒട്ടകം നബി തങ്ങളോട് ആവലാതിപ്പെട്ടുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ആ മണ്ണിൽ നിന്നുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചു, ആരാണ് ഇതിന്റെ ഉടമസ്ഥൻ? അതാ അങ്ങ് പനയുടെ ചുവട്ടിൽ വിശ്രമിക്കുന്ന ഒരു കാട്ടറബി എഴുന്നേറ്റ് വന്നിട്ട്, അതെ യാ റസൂലല്ലാഹ്, ഞാനാണ് അതിന്റെ ഉടമസ്ഥൻ നബിയേ. ഏ സഹോദര, ഈ ഒട്ടകത്തിനെ ദ്രോഹിച്ചതിന്റെ പേരിൽ, വേദനിപ്പിച്ചതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ നിന്നോട് ചോദ്യമുണ്ടാകും അതിനോട്. അതുകൊണ്ട് അതിനോടുള്ള അവകാശവും ഉത്തരവാദിത്തവും നീ നിറവേറ്റിക്കൊള്ളുക എന്ന് ഒട്ടകത്തിനോട് കരുണയുള്ള പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ അതേപോലെ ഒരു കാട്ടറബി ഒരാടിനെ അറുക്കുന്നതിന് അതിന്റെ ചെവിയിൽ പിടിച്ചു വലിച്ചിടച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ കാട്ടറബിയെ വിളിച്ചിട്ട് താക്കീത് നൽകി, അതിന്റെ പിരടിയിൽ നിന്ന്, അതിന്റെ ചെവിയിൽ നിന്ന് കൈയെടുക്കൂ, അതിനെ മരണത്തിലേക്ക് നല്ല നിലയിൽ നീ നയിക്കുക, ഇല്ലെങ്കിൽ അതിനെ വിടുക എന്ന് ആ ഹബീബായ തങ്ങൾ പറഞ്ഞവയിൽ മൃഗങ്ങളോട് കരുണ കാട്ടിയ മുഹമ്മദ് മുസ്തഫ, വൃക്ഷങ്ങളോട് കരുണ കാട്ടിയ മുഹമ്മദ് മുസ്തഫ, പാകമാകുന്നതിന് മുമ്പ് ഈന്തപ്പനയിലേക്ക് കല്ലെറിഞ്ഞ് അതിന്റെ കായ്കൾ പിടിച്ചെടുക്കാൻ പരിശ്രമിച്ച ഒരു ബാലനെ കണ്ടിട്ട്, പൊന്നുമോനെ, പൊന്നുമോനെ, അതിലേക്ക് നീ എറിയരുത് മകനെ, എറിയരുത് മകനെ, അത് പഴുക്കുമ്പോ താനെ വീണ് നമുക്ക് പഴം നൽകും, ഇപ്പോൾ നീ അതിനെ എറിയരുതേ മകനെ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെങ്കിൽ, മൻ ഖതഅ സിദ്റതൻ സവ്വബല്ലാഹു റഅസഹു അലന്നാർ. കമാ ഖാല അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ജനങ്ങൾ വിശ്രമിക്കുന്ന വടവൃക്ഷങ്ങളുടെ ചുവടുണ്ടല്ലോ, ജനങ്ങൾ വിശ്രമിക്കുന്ന വൃക്ഷങ്ങളുണ്ടല്ലോ, വഴിയോരങ്ങളിലെ വൃക്ഷങ്ങളുണ്ടല്ലോ, തണൽ മരങ്ങളുണ്ടല്ലോ, അത് മുറിച്ചു മാറ്റരുതേ, അത് മുറിച്ചു മാറ്റരുതേ. ആരൊരാൾ അത് മുറിച്ചു മാറ്റിയാൽ അവനെ മുഖം കുത്തപ്പെട്ട നിലയിൽ നരകത്തിലേക്ക് റബ്ബ് വലിച്ചെറിയുമെന്ന് മരങ്ങളോട് കരുണ കാട്ടിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാവിൻ കൂട്ടത്തിന്റെ കൂട്ടിൽ നിന്ന് കുഞ്ഞു മക്കളെ അല്ലാഹുവിന്റെ റസൂലിന് സമ്മാനമായി ഒരു കൊച്ചു കുട്ടി കൊണ്ടുവന്ന് കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ, മോനെ, ഈ പ്രാവിന്റെ തള്ള, ഇതിന്റെ കുഞ്ഞുമക്കൾ ഈ തള്ളയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാ, അതിന് ഭക്ഷണം വേണം, അതിന് ആഹാരം വേണം, അതുകൊണ്ട് മകനെ അതിന്റെ കൂട്ടിലേക്ക് നീ കൊണ്ടുവച്ചു കൊള്ളുക, അതാണ് എനിക്ക് ഇഷ്ടമെന്ന് പക്ഷിപരവാദികളോട് കരുണയുള്ള മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിനോട് ആരോ പറയുന്നത് കേട്ട്